സുഹൃത്തുക്കൾക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചനുജന്റെ കലാവിരുന്നിലേക്ക് പിത്തേ. വലിയ ജർമ്മൻ ഭാഷ നിങ്ങളുടെ ഭാഷകളൊന്നും അറിയില്ലെങ്കിലും വന്നോടം കൊണ്ട് കുറച്ച് ഭാഷകളൊക്കെ പഠിച്ചതല്ല, പഠിക്കാതെ കണ്ട് ഒന്നും തിന്നാൻ കിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ ഒന്ന് പറയാനുണ്ട്, ഞാൻ വലിയ വലിയ രാജ്യങ്ങളൊന്നും പോയി കാണാത്ത ഒരാളാണ്. എന്നെ ഒരു സിനിമാ താരമായിട്ട് ആരും കാണരുത്. ഞാൻ സിനിമാ നടനല്ല, ഞാനൊരു സാധാരണക്കാരനായ ഒരു മണിയാണ്. ഒരു കൂലിപ്പണിക്കാരന്റെ മകനായ രാമൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മകൻ ഒരു 10ാം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞ് മലയാള സിനിമയിലേക്ക് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി, പിന്നെ കലാഭവനിൽ മിമിക്രി ആർട്ടിസ്റ്റായി, അങ്ങനെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച ഒരു കലാകാരനാണ് ഞാൻ. തീർച്ചയായും എന്നിലുള്ള കഴിവുകൾ നിങ്ങളിൽ കാണിക്കുക, നിങ്ങളിൽ നിന്നുള്ള പൈസ മാക്സിമം മേടിക്കുക എന്നുള്ളൊരു പരിപാടിയോട് കൂടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ ഈ കൊച്ചു പരിപാടികളായിട്ട് അങ്ങനെ കുറേശ്ശെ പരിപാടികളായിട്ട് കലാഭവന്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറയാറുണ്ട്, മണി ഇവിടെ വരണം, നമുക്ക് പോകണം, അവിടെ നമ്മുടെ കുറെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ സഹായങ്ങൾ എത്തുന്നത് കലാഭവനായാലും റോമിൽ നിന്നും ലണ്ടനിൽ നിന്നും അങ്ങനെ ഒരുപാട് പാവങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലമാണിത്. ഞാൻ അങ്ങനെ കലാഭവനിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളതാണ്. അവിടെ നിന്ന് ആ കലാഭവനിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള ഒരാളാണ് ഞാനും സിനിമയിലേക്ക് എത്തിയത്. എന്താ നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് മലയാള സിനിമയിൽ എല്ലാവർക്കും തിരക്കുള്ള കൂട്ടത്തിൽ ഈ കറുത്ത മുത്തുന്ന എന്ത് വേണമെങ്കിലും വിളിക്കാൻ നിങ്ങൾ വേണേ, കരിമ്പൂതോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഭിസംബോധന ചെയ്യാം, കുഴപ്പമില്ല. എനിക്കും കുറച്ച് തിരക്കായി. അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാട്ടോ, നാദസരായന്റെ തുള്ളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കും. എല്ലാവരുടെ മടിയിൽ ഓരോ ട്രോഫി ഉണ്ട് എല്ലാവർക്കും. ഇതിനൊക്കെ എവിടുന്ന സമയം കാണണമെന്ന് എനിക്കറിയില്ല പൊന്നിയങ്ങാടി. സംഭവം എനിക്ക് ഈ അടുത്തൊരു ട്രോഫി കിട്ടി. അത് വോൾട്ടേജ് പോരാ. ഒന്നടി തിരിച്ചൻ അത് കറക്റ്റാ. പക്ഷെ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോ എനിക്കിങ്ങനെ ഒരു അനിയൻ ഇവിടെ ഉണ്ടെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കറക്റ്റാണ്, വെരി ഗുഡ്. ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, മനഃപൂർവ്വമാണ്. അപ്പോ ഞാൻ പറഞ്ഞത്, അങ്ങനെ പരിപാടികളായിട്ട് കലാഭവന്റെ കൂടെ പ്രോഗ്രാമിനായിട്ടും അങ്ങനെയായിട്ട് ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് ദുബായ് പരിപാടിക്ക് ഞാൻ, നാദൃശ, ദിലീപ്, മഞ്ജു വാര്യര്, എന്റെ സ്വന്തം ഭാര്യ എല്ലാരും കൂടി പോയിപ്പോ എനിക്ക് പല സ്ഥലങ്ങളിലും മുമ്പ് ഈ ഭാഷയുടെ വലിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് ഭാഷ കാര്യമായിട്ട് സംസാരിക്കാറിയാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാ. അങ്ങനെ അവിടെ ദുബായി ചെന്നപ്പോ ഞങ്ങളുടെ വിസയ്ക്ക് ചെറിയൊരു പ്രശ്നം, വിസയുടെ പ്രശ്നം വന്നപ്പോ നാദൃശയാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കണേ. നാദൃശ ഫ്രണ്ടിൽ നിൽക്കുമ്പോ അറബി ചോദിച്ചു, എന്തോ ഒരു പ്രശ്നമുണ്ട്, അതെന്താന്ന് ചോദിച്ചത്. അപ്പൊ നാദൃശ മുസ്ലിം ആണല്ലോ, നാദൃശയ്ക്ക് അറബി അറിയാലോ. ഞാൻ മിണ്ടിയില്ല, ഞാൻ രക്ഷപ്പെട്ട് അവൻ എന്തെങ്കിലും മറുപടി പറയലോ എന്ന് വിചാരിച്ചു. അപ്പൊ നാദൃശ പറഞ്ഞു, അവനെ പിടിച്ച് മാറ്റി നിർത്താൻ പറഞ്ഞു. അങ്ങനെ ദിലീപിന്റെ അടുത്ത് ചോദിച്ചു, ദിലീപിന് അറിയില്ല. ദിലീപിന്റെ അടുത്ത് പറഞ്ഞു, അവനെ പിടിച്ച് ഉള്ളിലിടാൻ. എന്നെ കണ്ടപ്പോഴേ ഈ അറബിക്ക് ഒരു കള്ളലക്ഷണം ഫീൽ ചെയ്തു. എന്റെ അടി മുതൽ മോള് വരെ ഒന്ന് നോക്കിയിട്ട് അറബി ചോദിച്ചു, ഞാൻ പറഞ്ഞു, എനിക്ക് വിസ അടിച്ചു തന്നു. എനിക്ക് അപ്പൊ തന്നെ വിസ അടിച്ചു തന്നു. ഈ അറബി ഇപ്പോഴും താടിക്ക് കൈ കൊടുത്തിരിക്കും. എന്ത് പണ്ടാറവും പറഞ്ഞത്. അറബിയുടെ ധാരണ ഞാൻ കാട്ടറബിയാന്നാ. കാരണം കാട്ടറബി ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് അടി കഴിയും. ഞാൻ പറഞ്ഞു മറ്റൊന്നല്ല, വല്ല നൂർത്തിനെ ശരിയാക്കിയതായോ. പക്ഷെ എനിക്ക് വിസ അടിച്ചു കിട്ടി. അപ്പൊ ഭാഷ ഒരു പ്രശ്നമല്ല.